നമസ്കാരം. RVS മാത്സ് അക്കാഡമിയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് S3യുടെ ടോപ്പിക്കിലെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. S3യിൽ കഴിഞ്ഞ ദിവസം റെസിഡ്യൂ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എല്ലാ പ്രോബ്ലം ആയിട്ടില്ല, കുറച്ച് പ്രോബ്ലംസേ ചെയ്യാൻ പറ്റുള്ളൂ, റിമൈനിങ് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ബാക്കി പ്രോബ്ലമാണ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റെസിഡ്യൂസിൻ്റെ കുറേ പ്രോബ്ലം ചെയ്തു. അപ്പോൾ റെസിഡ്യൂൻ്റെ ഫോമുലെല്ലാം ഞാൻ അപ്പോൾ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. റെസിഡ്യൂ എന്തൊക്കെ ടൈപ്പാണ് നമ്മൾ പറഞ്ഞത്. റെസിഡ്യൂ ഫൈൻഡ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ പോൾ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ പോൾ ഫൈൻഡ് ചെയ്തിട്ട് പിന്നെ ഇമ്പോർട്ടൻ്റ് എന്താണ്, പോളിൻ്റെ ഓർഡർ എന്താണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സിമ്പിൾ പോൾ ആണോ, ഓർഡർ ഓഫ് 2 ആണോ, 5 ആണോ, അതായത് ഗ്രേറ്റർ ദാൻ 1 ആണോ 1 ആണോ ഓർഡർ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പോൾ ഓഫ് ഓർഡർ 1 ആണെങ്കിൽ, അതായത് സിമ്പിൾ പോൾ ആണെങ്കിൽ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യേണ്ട ഫോമുല എന്തായിരുന്നു? റെസിഡ്യൂ ഓഫ് f of z at z is equal to a is equal to limit z tends to a z minus a into f of z. ഇതായിരുന്നു ഫോമുല. ഈ ഫോമുല യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം നമ്മൾ ചെയ്തു അല്ലേ, ഒന്ന് കൂടുതൽ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത ഫോമുല എന്തായിരുന്നു? പോൾ ഓഫ് ഓർഡർ n ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഫോമുല എങ്ങനെയാണ്? റെസിഡ്യൂ ഓഫ് f of z at z is equal to a is equal to 1 by n minus 1 factorial into limit z tends to a d raised to n minus 1 by d z raised to n minus 1 into z minus a the whole power n into f of z. അപ്പോൾ ഈ ഫോമുല യൂസ് ചെയ്തിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രോബ്ലം ചെയ്തു, ഒരൊറ്റ ക്വസ്റ്റിനേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇനി ഇതിന് പുറമേ ഒരു ഫോമുലൂടെ ഞാൻ പറഞ്ഞു. എന്താണ്? നമ്മൾ സപ്പോസ് നമ്മൾ f of z എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ പോളിനോമിയൽ അല്ല, ഇതേപോലെ h of z by g of z ഫോമാണ്. ഇനി ഞാൻ എക്സാമ്പിളിലൂടെ എഴുതി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഫോം ആണെങ്കിൽ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാനായിട്ട് ഏത് പോയിന്റിലാണോ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യുന്നത് അത് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. h of a by ഡിനോമിനേറ്ററിൽ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. g dash of a, h of a by g dash of a. അപ്പോൾ അതേപോലെ പറഞ്ഞ് വേറൊരു ഫോമുലയുണ്ട്, റെസിഡ്യൂ ഓഫ് f of z എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്തിട്ട് കോയിഫിഷ്യൻ്റ് ഓഫ് 1 by z ആണെന്ന് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ ഇത്രയും നമ്മൾ റെസിഡ്യൂവിൻ്റെ കേസ് ചെയ്തിട്ടുള്ളതാണ്, ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. നമ്മളിനി ബാക്കി പ്രോബ്ലംസ്, എക്സ്ട്രാ പ്രോബ്ലംസ് ഇനി ചെയ്യാനുണ്ട്. അപ്പോൾ ഈ 2 ഫോമുലയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രോബ്ലംസ് ബാക്കി ചെയ്യാനുണ്ട്. അപ്പോൾ അതാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ കൂടെ എഴുതിയിട്ടുണ്ട്. ഫൈൻഡ് പോൾസ് ആൻഡ് റെസിഡ്യൂസ് ഓഫ് f of z is equal to z plus 1 by z square into z minus 2. അപ്പോൾ പോളും റെസിഡ്യൂ ഫൈൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് എന്താ നോക്കേണ്ടത്? ഡിനോമിനേറ്റർ പോളിനോമിയലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോൾ ഫൈൻഡ് ചെയ്തിട്ടുള്ള ഫോമുല യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യേണ്ടത്. സോ പോൾ ഒന്ന് ഫൈൻഡ് ചെയ്യാം. പോൾ എന്ന് പറയുന്നത് എന്താ? ഡിനോമിനേറ്റർ z സ്ക്വയർ ഇൻറ്റു z മൈനസ് 2നെ നമ്മൾ 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ z സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്നും കിട്ടും, z മൈനസ് 2 ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം അല്ലേ. രണ്ട് ഫാക്ടറിനെ, ഓരോ ഫാക്ടറിനെയും നമുക്ക് 0ക്ക് ഇക്വേറ്റ് ചെയ്യാം. അടുത്ത z സ്ക്വയർ ഈക്വൽ ടു 0യിൽ നിന്ന് z ഈക്വൽ ടു 0 കിട്ടും, z മൈനസ് 2 ഈക്വൽ ടു 0യിൽ നിന്ന് z ഈക്വൽ ടു 2 കിട്ടും. ഇനി നോക്കിക്കേ, z സ്ക്വയറിൽ z ഈക്വൽ ടു 0 എന്ന് പറയുന്നത് z സ്ക്വയറിനല്ലേ കിട്ടും. z സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? z മൈനസ് 0 ദ ഹോൾ സ്ക്വയർ ആയിക്കൂടെ. therefore z ഈക്വൽ ടു 0 ഈസ് പോൾ ഓഫ് ഓർഡർ 2. ഓർഡർ 2 ആണ്. ഓക്കെ, ഇനി z ഈക്വൽ ടു 2 എന്ന് പറയുന്ന ഫാക്ടറിൻ്റെ പവർ എന്തുവായിരുന്നു? 1 ആയിരുന്നു. സോ z ഈക്വൽ ടു 2 എന്ന് പറയുന്നത് സിമ്പിൾ പോളുമാണ്. അപ്പോൾ നമ്മുടെ 2 കേസും വരുന്നുണ്ട് അല്ലേ. പോൾ ഓഫ് ഓർഡർ ഗ്രേറ്റർ ദാൻ 1 ആവുന്ന കേസും പോൾ ഓഫ് ഓർഡർ 1 വരുന്ന കേസും നമ്മൾ 2 ഫോമുല ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫോമുല നമുക്ക് ആദ്യം എഴുതി വയ്ക്കാം. നമ്മൾ ആദ്യം പോൾ ഓഫ് ഓർഡർ n ആണ് ചെയ്യുന്നത്. അപ്പം n ഈക്വൽ ടു ഇവിടെ എന്തുവാ? 2. പോൾ ഓഫ് ഓർഡർ 2 വരുമ്പോൾ ഫോമുല എന്തുവാണ്? റെസിഡ്യൂ ഓഫ് f of z at z is equal to a is equal to 1 by n minus 1 factorial into limit z tends to a d raised to n minus 1 by d z raised to n minus 1 into z minus a the whole power n into f of z. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോമുല, റെസിഡ്യൂ ഫൈൻഡ് ചെയ്യേണ്ട ഫോമുല. ഈ ഫോമുലയ്ക്കകത്ത് നമ്മൾ n ഈക്വൽ ടു 2 ആകുമ്പം z ഈക്വൽ ടു 0ക്ക് ഫൈൻഡ് ചെയ്യുവാണ്. അപ്പോൾ റെസിഡ്യൂ ഓഫ് f of z at z is equal to 0 is equal to 1 by n equal to 2 ആണ്. അപ്പോൾ 2 minus 1 എന്ന് പറഞ്ഞാൽ 1 by 1 factorial limit z tends to 0. ഓക്കെ, d by dz ഇൻറ്റു z മൈനസ് 0 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? z സ്ക്വയർ ഇൻറ്റു f of z. ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഫംഗ്ഷൻ z പ്ലസ് 1 ബൈ z സ്ക്വയർ ഇൻറ്റു z മൈനസ് 2. z സ്ക്വയറും ക്യാൻസലായി പോയി. ഇനി എന്താ ചെയ്യേണ്ടത്? z സബ്സ്റ്റിറ്റ്യൂഷനാണോ കൊടുക്കണേ? അല്ല, d ബൈ dz എന്ന് കിടക്കുന്നുണ്ടോ? സോ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ അതിനൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇതെങ്ങനെ വരും? ദിസ് ഇസ് ഈക്വൽ ടു 1 by 1 ഫാക്ടോറിയൽ 1 ആണ്. അപ്പോൾ അത് നമ്മൾ എഴുതുന്നില്ല. ബാക്കി എന്താ? ലിമിറ്റ് z ടെൻസ് ടു 0. ഡിഫറൻഷിയേറ്റ് ചെയ്യാനേ ന്യൂമറേറ്ററിലും ഇസഡിൻ്റെ ടേമുണ്ട്, ഡിനോമിനേറ്ററിലും ഇസഡിൻ്റെ ടേമുണ്ട്. അപ്പോൾ എന്ത് യൂസ് ചെയ്യേണ്ടത്? കോഷ്യൻ റൂൾ യൂസ് ചെയ്യണം. കോഷ്യൻ റൂൾ എങ്ങനെയാണ്? ഡിനോമിനേറ്റർ ഇൻറ്റു
ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ വിത്ത് റെസ്പെക്ട് ടു ഇസെറ്റ്. അപ്പോൾ ഇസെറ്റ് പ്ലസ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ്, ഇസെറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ്. മൈനസ് ഓഫ് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ഓഫ് ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഇസെറ്റ് പ്ലസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഇസെറ്റ് മൈനസ് 2ൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇസെറ്റിൽ. അപ്പോൾ ഇസെറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്താവും? 1 ആവും. The whole by denominator square z minus 2 the whole square. സിംപ്ലിഫൈ ചെയ്യാനൊന്നും നിൽക്കേണ്ട, ഇസെറ്റിന് അങ്ങ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇസെറ്റിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ രണ്ടിടത്തങ്ങ് പോവേ. ഇവിടെ ഒരു -2 വരും, ഇവിടെ ഉണ്ടെങ്കിൽ ഒരു -1 വരും. സോ -2 -1 കൂടെ -3 by -2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ? 4. -3/4 എന്നാണ് ആൻസർ വരുന്നത്. അപ്പോൾ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസെറ്റ് അറ്റ് ഇസെറ്റ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇസെറ്റ് ഇസ് ഈക്വൽ ടു 0യിലുള്ള റെസിഡ്യൂ എന്ന് പറയുന്നത് -3/4 നമുക്ക് ആൻസർ കിട്ടി. അടുത്ത് നോക്കിക്കേ, അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടിയില്ലേ? ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇസെറ്റ് ഈക്വൽ ടു 2ന് ഫൈൻഡ് ചെയ്യണം അല്ലേ? അപ്പോൾ ഇസെറ്റ് ഈക്വൽ ടു 2 സിമ്പിൾ പോളാണ്. സിമ്പിൾ പോളിൽ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യേണ്ട ഫോമുല എന്തുവാ? റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസെറ്റ് അറ്റ് ഇസെറ്റ് ഇസ് ഈക്വൽ ടു എ. ഇഫ് എ ഈസ് സിമ്പിൾ പോൾ ദെൻ ദ ഫോമുല ഈസ് ലിമിറ്റ് ഇസെറ്റ് ടെൻസ് ടു എ ഇസെറ്റ് മൈനസ് എ ഇൻറ്റു എഫ് ഓഫ് ഇസെറ്റ്. ഇതാണ് ഫോമുല. അപ്പോൾ ആ ഫോമുലയ്ക്കകത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഇസെറ്റിന് 2 കൊടുക്കുമ്പം റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസെറ്റ് at z is equal to 2 is equal to limit z tends to 2 z minus 2 into f of z. f of z എന്ന് പറഞ്ഞാൽ എന്താ? z plus 1 by z square into z minus 2. z minus 2 cancel ആയിപ്പോയി. ഇനി z-ന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരണേ? 2 plus 1 3 by z സ്ക്വയറിൻ്റെ സ്ഥാനത്ത് 2 വരുമ്പോൾ 2 സ്ക്വയർ എന്ന് പറയുന്നത് 4. നമുക്ക് ഫൈൻഡ് പോൾസ് ആൻഡ് റെസിഡ്യൂസ് എന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പോളും ഫൈൻഡ് ചെയ്തു, ഓരോ പോളിനകത്തുള്ള റെസിഡ്യൂ ഫൈൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത 2 ഫോമുല ഇതിനകത്ത് ഒന്നിച്ച് വന്നു. ഹൈ ഓർഡർ ഗ്രേറ്റർ ദാൻ 1 ആവുന്ന കേസും സിമ്പിൾ പോൾ ആവുന്ന കേസും കൂടെ ചേർന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇനി നമ്മുടെ കയ്യിൽ എന്ത് ബാക്കിയുണ്ട്? നമ്മൾ h ഓഫ് ഇസെറ്റ് ബൈ g ഓഫ് ഇസെറ്റ് എന്നുള്ള ഫോമുല വരുന്ന പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ബാക്കിയുണ്ട്. അതിൻ്റെ പ്രോബ്ലം ചെയ്തിട്ടില്ല. അപ്പോൾ അടുത്ത് നമുക്ക് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റെസിഡ്യൂ ഓഫ് 1 plus e raised to z by sin z plus z cos z at the point z is equal to 0. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോഴേ ഈ ക്വസ്റ്റിനകത്ത് എഫ് ഓഫ് ഇസെറ്റ് എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ പോളിനോമിയലല്ല. പിന്നെ ഏത് പോയിന്റിലാണ് പോൾ അവർ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്? ഇസെറ്റ് ഈക്വൽ ടു 0യിലാണ്. അപ്പോൾ ഡിനോമിനേറ്ററിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്ത് നമ്മൾ ഇതിനെ പോൾ ഫൈൻഡ് ചെയ്യേണ്ട അവസ്ഥ ഇവിടെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേക്കും നമുക്ക് നോക്കിക്കേ, എഫ് ഓഫ് ഇസെറ്റ് ഇസ് ഈക്വൽ ടു 1 plus e raised to z by sin z plus z cos z. കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എന്ത് ഫോമാണ്? h ഓഫ് z by g ഓഫ് z എന്നുള്ള ഫോമിലാണ്. വേർ h ഓഫ് z is equal to എന്തുവാണ് ഇവിടുത്തെ h ഓഫ് z എന്ന് പറഞ്ഞാൽ? ഹിയർ h ഓഫ് z is equal to ന്യൂമറേറ്റർ എന്താ? 1 plus e raised to z ആൻഡ് g ഓഫ് z എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? sin z plus z cos z. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ എടുത്ത് എഴുതി വെച്ചു. ഇനി നമ്മുടെ ആ ഫോമിൽ എന്തുവായിരുന്നു ഞാൻ എഴുതുന്നത്? ഇത് h ഓഫ് എ ബൈ ജി ഓഫ് എ ഫോം വന്ന റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസെറ്റ് അറ്റ് ഇസെറ്റ് ഇസ് ഈക്വൽ ടു 0 ഈസ് ഈക്വൽ ടു h ഓഫ് 0 ബൈ ജി ഡാഷ് ഓഫ് 0. ഏത് പോയിന്റിലാണോ ഫൈൻഡ് ചെയ്യണം ആ പോയിന്റ് h ഓഫ് 0 ബൈ ജി ഡാഷ് ഓഫ് 0. അപ്പോൾ ജി ഡാഷ് ഓഫ് 0 ഫൈൻഡ് ചെയ്യണമെങ്കിൽ ജി ഓഫ് ഇസെറ്റ് നമ്മുടെ കയ്യിലുള്ള, അതിനകത്ത് നിന്ന് നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യണം? ജി ഡാഷ് ഓഫ് ഇസെറ്റ് ഫൈൻഡ് ചെയ്യണം. അപ്പം ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സൈൻ ഇസെറ്റിൻ്റെ ഡെറിവേറ്റീവ് കോസ് ഇസെറ്റ് പ്ലസ് ഇസെറ്റ് ഇൻറ്റു കോസ് ഇസെറ്റിൻ്റെ ഡെറിവേറ്റീവ് പ്രോഡക്റ്റ് റൂൾ വേണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇസെറ്റ് ഇൻറ്റു കോസ് ഇസെറ്റിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഇസെറ്റ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ കോസ് ഇസെറ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇസെറ്റ് എന്ന് പറയുന്നത് 1 ആണ്. സോ കോസ് ഇസെറ്റും കോസ് ഇസെറ്റ് എന്ന് പറയുന്നത് 2 കോസ് ഇസെറ്റ് മൈനസ് ഇസെറ്റ് സൈൻ ഇസെറ്റ് ആണ് ജി ഡാഷ് ഓഫ് ഇസെറ്റ്. ഓക്കെ, നമുക്ക് ഈ h ഓഫ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. h ഓഫ് 0 ഈ 1 plus e raised to z സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് 1 plus e raised to 0 എന്ന് വരും. ഇനി ജി ഡാഷ് ഓഫ് 0 ഈ ടേമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 cos 0 മൈനസ് ഇസെറ്റ് ഇൻറ്റു സൈൻ ഇസെറ്റ്. ഇസെറ്റിന് 0 വരും, ആ ടേം തന്നെ എന്തായി പോവാണ്? 0 ആയി പോവാണ്. ഇനി e raised to 0 എന്തുവാണ്? e raised to 0 ഈസ് ഈക്വൽ ടു 1 ആണ്. സോ 1 plus 1 by 2 എന്ന് വന്നു. cos 0 എന്തുവാണ്? cos 0 1 ആണ്. ബാക്കി അവിടെയുള്ള 2. അപ്പോൾ 2 by 2 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? ആൻസർ ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ക്വസ്റ്റ്യൻ പറയട്ടെ. ഫൈൻഡ് പോൾസ് ആൻഡ് റെസിഡ്യൂസ് ഓഫ്, എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് പോൾസ് ആൻഡ് റെസിഡ്യൂസ് ഓഫ് f of z is equal to
ടാൻ ഇസെറ്റ്. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടില്ല, കഴിഞ്ഞ ക്വസ്റ്റ്യനും തമ്മിലുള്ള വ്യത്യാസം തന്നെ. കഴിഞ്ഞ ക്വസ്റ്റ്യനകത്ത് നമുക്ക് എന്ത് തന്നിട്ടുണ്ടായിരുന്നു, ആ പോൾ തന്നിട്ടുണ്ടായിരുന്നു. അറ്റ് ദ പോയിന്റ് ഇസെഡ് ഈക്വൽ ടു 0 എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് അവർ പറഞ്ഞിട്ടില്ല. എഫ് ഓഫ് ഇസെഡ് ഇസ് ഈക്വൽ ടു ടാൻ ഇസെഡ് എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടാൻ ഇസെഡിനെ എങ്ങനെ എഴുതാം? എഫ് ഓഫ് ഇസെഡ് ഇസ് ഈക്വൽ ടു ടാൻ ഇസെഡ് എന്നുള്ളതിന് നമുക്ക് സൈൻ ഇസെഡ് ബൈ കോസ് ഇസെഡ് എന്ന് എഴുതാം. ഇത് കൂടെ sin z by cos z. So f of z is equal to sin z by cos z എന്ന് എഴുതി. നമുക്ക് cos z-നെ ഡിനോമിനേറ്ററിനല്ലേ എപ്പോഴും 0ക്ക് ഇക്വേറ്റ് ചെയ്യണം, പോൾ ഫൈൻഡ് ചെയ്യാൻ. സോ cos z is equal to 0 എന്ന് ഇക്വേറ്റ് ചെയ്തു. കോസിൻ്റെ വാല്യൂ എപ്പോഴാണ് 0 ആവുന്നത്? cos 0 1 ആണ്. cos π/2 എന്ന് പറഞ്ഞാൽ എന്താ? cos π/2 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഞാൻ ജനറലായിട്ട് ചോദിച്ചോട്ടെ, cos π/2 0 ആണെങ്കിൽ cos 3π/2 എന്തുവാണ്? cos 3π/2 0 ആണ്. cos 4π/2 0 ആണ്. സോറി, cos 4π/2 അല്ല, cos 4π/2 ഒരിക്കലും 0 ആകത്തില്ല. 2 into പോകുമ്പോൾ cos 2π എന്ന് വരും. cos 5π/2 0 ആണ്. cos 7π/2 0 ആണ്. അപ്പോൾ ഇതിന് ജനറലായിട്ട് നമുക്ക് എന്ത് മനസ്സിലായി? ഈ π/2 3π/2 5π/2 7π/2 എന്നല്ല 1 3 5 7 എന്നൊക്കെ പറയുന്നത് എന്ത് നമ്പേഴ്സാണ്? അതെന്ന് പറയുന്നത് ഓഡ് നമ്പേഴ്സാണ്. അപ്പോൾ ഓഡ് നമ്പേഴ്സ് നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? cos ഓഫ് 2n + 1 π/2 എന്ന് വന്നാലും അതെന്തായിരിക്കും? 0 ആയിരിക്കും. ഓഡ് നമ്പർ വരുമ്പോൾ, കോസിൻ്റെ കൂടെ ഓഡ് നമ്പർ വരുമ്പോഴെല്ലാം 0 ആണെന്നുള്ള രീതിയിലാണ് അങ്ങനെ അസ്യൂം ചെയ്തത്. ഓക്കെ, അപ്പം കോസിന് ഇസെറ്റിൻ്റെ സ്ഥാനത്ത് π/2 3π/2 5π/2 7π/2 അങ്ങനെ 2n + 1 2n + 1 എന്ന് ഈവൻ നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. അവിടെ n = 2 എന്ന് പറയുന്നത് 0 മുതൽ 0 1 2 3 മുതൽ ഏത് വാല്യൂ വേണമെങ്കിലും വരാം. ഓക്കെ, ഹിയർ n is equal to 0 1 2 എന്ത് കൊടുത്താലും നമുക്ക് ഈ മുകളിലത്തെ സാധനങ്ങളല്ലേ കിട്ടുക. അതുകൊണ്ടാണ് ഇവിടെ 2n + 1 കൊടുത്തത്. അപ്പോൾ cos z is equal to 0 ൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? z എന്ന് പറയുന്നത് 2n + 1 π/2 ആണെന്ന് മനസ്സിലായി. വേർ n = 0 1 2 etc. ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോൾ കിട്ടി. ഇനി ഈ പോയിന്റിലാണ് നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യേണ്ടത്? റെസിഡ്യൂ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഫംഗ്ഷൻ ആണല്ലെങ്കിൽ ഇതിനകത്ത് എഫ് ഓഫ് ഇസെഡ് ബൈ ജി ഓഫ് ഇസെഡ് ഫോമിൽ കിടക്കുന്നത്. സോ ഇതിൻ്റെ എച്ച് ഓഫ് ഇസെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂമറേറ്റർ എച്ച് ഓഫ് ഇസെഡ് ഇസ് ഈക്വൽ ടു സൈൻ ഇസെഡ് ആണ്. ഡിനോമിനേറ്റർ ജി ഓഫ് ഇസെഡ് ഇസ് ഈക്വൽ ടു കോസ് ഇസെഡ് എടുത്ത് എഴുതി വെച്ചു നമ്മൾ. അപ്പോൾ ഇവിടെ റെസിഡ്യൂ അറ്റ് ദ പോയിന്റ് 2n + 1 π/2 ഫൈൻഡ് ചെയ്യുമ്പം റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസെഡ് അറ്റ് ഇസെഡ് ഇസ് ഈക്വൽ ടു 2n + 1 into π/2 is equal to h of 2n + 1 π/2 by g dash of 2n + 1 π/2. ഓക്കെ, അപ്പം ജി ഡാഷ് ഫൈൻഡ് ചെയ്താലല്ലേ നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ജി ഡാഷ് ഓഫ് ഇസെഡ് എന്താ? കോസസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഇസെഡ്. അപ്പോൾ നമുക്കത് ഇനി എന്ത് ചെയ്യാം? എച്ച് ഓഫ് ഇസെഡ് അതിന് പകരം എച്ച് ഓഫ് 2n + 1 π/2 എന്ന് പറയുമ്പോൾ എന്താ എഴുതേണ്ടത്? സൈൻ ഓഫ് 2n + 1 π/2 ദ ഹോൾ ബൈ ജി ഡാഷ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ഓഫ് 2n + 1 π/2. ഈ സൈൻ ഓഫ് 2n + 1 π/2 സൈൻ ഓഫ് 2n + 1 π/2 ക്യാൻസൽ ആയി പോകും. എന്തുവാ? വിച്ച് ഇസ് ഈക്വൽ ടു ആൻസർ എന്ത് കിട്ടി? -1 എന്ന ആൻസർ കിട്ടി. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റൻ ആണ്. ഫൈൻഡ് ദ റെസിഡ്യൂ ഓഫ് ടാൻ ഇസെഡ് എന്നും ചോദിക്കാറുണ്ട്. നമുക്കിനി അടുത്ത് പഠിക്കാനുള്ള ടോപ്പിക്ക് കോഷീസ് റെസിഡ്യൂ തിയറം ആണ്, ഇൻ്റഗ്രേഷൻ ആണ്. അപ്പോൾ അവിടെ ഇൻ്റഗ്രൽ ടാൻ ഇസെഡ് സോൾവ് ചെയ്യാൻ പറയും. അപ്പോൾ ഇത് ഈ രീതിയിൽ നമ്മൾ പോൾ ഫൈൻഡ് ചെയ്ത് റെസിഡ്യൂ ഫൈൻഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഇന്ന് പ്രത്യേകം നോക്കിക്കോളൂ ഈ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ടാൻ ഇസെഡ് എന്നുള്ളതിന് പകരം വേണമെങ്കിൽ എക്സാമിന് ക്വസ്റ്റ്യനെ എഫ് ഓഫ് ഇസെഡ് ഇസ് ഈക്വൽ ടു കോട്ട് ഇസെഡ് എന്ന് ചോദിച്ചിരുന്നെങ്കിലോ? കോട്ട് ഇസെഡ് എന്ന് ചോദിച്ചാൽ നമ്മൾ അതിന് എങ്ങനെ എഴുതുക? കോസ് ഇസെഡ് ബൈ സൈൻ ഇസെഡ് എന്നാണ് എഴുതുക അല്ലേ? അപ്പോൾ പോൾ ഫൈൻഡ് ചെയ്യാൻ നമ്മൾ സൈൻ ഇസെഡിനെയാണ് 0ക്ക് ഇക്വേറ്റ് ചെയ്യണം. സൈൻ ഇസെഡിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം സൈനിൻ്റെ വാല്യൂ സൈൻ 0 0 ആണ്. സൈൻ nπ വന്നാലും 0 ആണ് അല്ലേ? സൈൻ 2nπ ആയാലും ഓടായാലും ഈവൻ ആയാലും സൈനിൻ്റെ കൂടെ പൈ ആണ് വരുന്നതെങ്കിൽ അത് 0 ആണ്. സോ നമ്മളിവിടെ ഇസെഡ് ഇസ് ഈക്വൽ ടു ± nπ എന്നായിരുന്നു. എന്തിനാ ± ഇട്ടെ? ഇവിടെ പോസിറ്റീവ് വന്നാലും നെഗറ്റീവ് വന്നാലും സൈൻ nπ ആണെങ്കിൽ അത് നമുക്ക് എന്താണ്? സൈൻ nπ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഹിയർ n is equal to 0 1 2 3 1 2 3 etc. ഓക്കെ, ഇവിടെ 0 ± 1 ± 2 എന്ന് വേണമെങ്കിൽ ഇവിടെ എടുത്തോളൂ. ഇതാണ് നമ്മുടെ അവിടെ പോൾ എന്ന് പറയുന്നത്. സിമ്പിൾ പോളാണ്. ബാക്കി ഇതേപോലെ എച്ച് ഓഫ് nπ ബൈ ജി ഡാഷ് ഓഫ് nπ എന്നുള്ള രീതിയിൽ. ഇനി വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എഫ് ഓഫ് ഇസെഡ് ഇസ് ഈക്വൽ ടു കൊസീക്ക് ഇസെഡ് എന്ന് ചോദിക്കാം. അപ്പോൾ കൊസീക്ക് ഇസെഡ് എന്ന് പറഞ്ഞാൽ എന്താ? 1 ബൈ സൈൻ ഇസെഡ്. അപ്പോൾ ഈ പ്രോബ്ലം വന്നതുപോലെ തന്നെ
അടുത്ത വേണേൽ ഇതേപോലെ എങ്ങനെ വേണമെങ്കിലും എക്സാമിന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. കോസ് ഇസഡ് ഡിനോമിനേറ്റർ വരുന്ന രീതിയിൽ എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു സീക്ക് ഇസഡിൻ്റെ റെസിഡ്യൂ ആൻഡ് പോൾ ആൻഡ് റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ സീക്ക് ഇസഡ് എന്ന് പറഞ്ഞാൽ 1 കോസ് ഇസഡ് ആണ്. അപ്പോൾ കോസ് ഇസഡ് ഡിനോമിനേറ്റർ 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇസഡ് ഈക്വൽ ടു 2n+1 π/2 ഈ ഫോമുല വരിക. ഇനി ക്വസ്റ്റ്യൻ ആണെങ്കിൽ സീക്ക് ഇസഡ് എന്നാണെങ്കിൽ 1 സൈൻ ഇസഡില്ലേ, സൈൻ ഇസഡിൻ്റെ പോൾ ഫൈൻഡ് ചെയ്യണം എങ്ങനെയാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ എല്ലാം വേണമെങ്കിൽ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം ഒരെണ്ണം ഞാൻ പറഞ്ഞു തന്നു, ഇതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ തനിയെ ചെയ്ത് നോക്കിക്കോളൂ. ഈ കോസ് ഇസഡ് വന്നപ്പോൾ ഉള്ളതും പറഞ്ഞു, സൈൻ ഇസഡ് വന്നപ്പോഴും പറഞ്ഞു. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും വീണ്ടും വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻഡ് പോൾസ് ആൻഡ് റെസിഡ്യൂസ് ഓഫ് എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു 1 - e⁻²z/z⁻². അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വേണം. ഞാനിപ്പോൾ ഓൾറെഡി ഒരു മെത്തേഡ് പഠിപ്പിച്ചതുകൊണ്ട് നിങ്ങളിപ്പം ചിന്തിക്കുന്ന രീതി എങ്ങനെയായിരിക്കും. ഡിനോമിനേറ്റർ പോളിനോമിയലാണ്. അപ്പോൾ പോളിനോമിയലിന് നമുക്ക് 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇസഡ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അത് പോൾ ഓഫ് ഓർഡർ 4 ആണ്. പോൾ ഓഫ് ഓർഡർ 4 ആയത് കാരണം റെസിഡ്യൂ നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് നമ്മൾ ആ ഫോമുല ഉണ്ടല്ലോ, പോൾ ഓഫ് ഓർഡർ 4 വരുമ്പോൾ അല്ലെങ്കിൽ n വരുമ്പോൾ n > 1 വന്നാൽ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു a is equal to 1/n-1 factorial into limit z tends to a d raised to n-1 by dz raised to n-1 of z minus a the whole power n into f of z. ആ ഫോമുലയാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആ ഫോമുല യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക? ഇവിടെ നമുക്ക് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 0 ഫൈൻഡ് ചെയ്യേണ്ടത്. ഇസഡ് ഈക്വൽ ടു 0 ഫൈൻഡ് ചെയ്യുമ്പം ഇവിടെ n എന്ന് പറയുന്നത് എന്താ? ഹിയർ n ഇസ് ഈക്വൽ ടു 4 ആണ്. സോ ഇത് 1/3 ഫാക്ടോറിയൽ ഇൻറ്റു ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0 d raised to 4 - 1 that is d cube by dz cube of z raised to 4 into f of z എന്ന ക്വസ്റ്റ്യൻ 1 - e⁻²z by z raised to 4. ഒന്നുപോലത്തെ ഫാക്ടർ അങ്ങ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. പക്ഷേ ഇതിനെ 3 പ്രാവശ്യം നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. 1/3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3 ആണ്. ദറ്റ് ഇസ് 1/6 ആണ്. എന്നിവിടെ പറയാം 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3 ആണ്. സോ അതാണ് 6 എന്ന് എഴുതിയത്. ലിമിറ്റ് z ടെൻസ് ടു 0 ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ d²/dz² ഓഫ് 1 - e⁻²z ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1ൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് e⁻²zൻ്റെ ഡെറിവേറ്റീവ് e⁻²zൻ്റെ ഡെറിവേറ്റീവ് e⁻²z ഇൻറ്റു 2zൻ്റെ ഡെറിവേറ്റീവ് 2. ഓക്കെ, ഇനി എടുത്ത് നോക്കിയേ 1/6 ഇൻറ്റു ലിമിറ്റ് z ടെൻസ് ടു 0 വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യണേ. d/dz ഓഫ് അതിപ്പോൾ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അകത്ത് ഓൾറെഡി -2 അവിടെ ഉണ്ട്. e⁻²z ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ e⁻² ഇൻറ്റു 2 വരും അല്ലേ? ദറ്റ് ഈസ് ഈക്വൽ ടു 1/6 ഇൻറ്റു ലിമിറ്റ് z ടെൻസ് ടു 0. ഇത് നോക്കിക്കേ, ആ -2ഉം മൈനസും കൂടി എന്താവുന്നുണ്ട്? അത് -4 ആവുന്നുണ്ട്. e⁻²zൻ്റെ ഡെറിവേറ്റീവ് e⁻²z ഇൻറ്റു 2zൻ്റെ ഡെറിവേറ്റീവ് ഒരു 2ഉം വരുന്നുണ്ട്. അപ്പോൾ ഇനി നോക്കിക്കേ, -8/6 ഇത് എവിടെ വരിക? -8/6 ഇൻറ്റു ലിമിറ്റ് z ടെൻസ് ടു 0 എന്ന് വരുമ്പോൾ ഇതെന്താ വരണേ? e⁻²0 എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. സോ -8/6 ഓർ ഇനി നമുക്ക് എങ്ങനെ പറയാം? -4/3 എന്ന് എഴുതാം. ആൻസർ കിട്ടിക്കഴിഞ്ഞു -4/3. ഇത് എങ്ങനെ അല്ലാണ്ടൊരു മെത്തേഡ് ചെയ്യാൻ പറഞ്ഞു തരട്ടെ. ഈ സെയിം ക്വസ്റ്റ്യൻ -4/3 എന്ന് ആൻസർ കിട്ടിയത് ഞാൻ വേറൊരു മെത്തേഡ് ചെയ്യാൻ പറഞ്ഞു തരാണ്. എളുപ്പമാണിത്. കാരണം ഞാൻ പറഞ്ഞൊരു ഫോമുല ഓർമ്മയുണ്ടാവും. റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് എന്ന് കോയിഫിഷ്യൻ്റ് ഓഫ് 1/z എന്നൊരു ഫോമുല. ആ ഫോമുല എനിക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ e⁻²z എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലേ? എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 1 - e⁻²z by z raised to 4 എന്നായിരുന്നു. ഇതല്ലേ നിങ്ങളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ എനിക്ക് ഈ 1/z⁴ ഞാനങ്ങ് മാറ്റി നിർത്തി. 1 മൈനസ് e⁻²z ഞാൻ എക്സ്പാൻഡ് ചെയ്യാണ്. നിങ്ങൾക്കറിയാം e⁻x എക്സ്പാൻഷൻ എന്തുവാണ്? 1 + x/1 ഫാക്ടോറിയൽ നോക്കി e⁻x എക്സ്പാൻഷൻ. e⁻x എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ 1 + x/1 ഫാക്ടോറിയൽ പ്ലസ് x² 2 ഫാക്ടോറിയൽ പ്ലസ് x³ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. നമ്മൾ മെക്ലോറൻ സീരീസിന് എല്ലാ എക്സ്പാൻഷനും എഴുതി വെച്ചിട്ടുണ്ട്. സോ അത് നമുക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് e⁻²z എക്സ്പാൻഷൻ ബ്രാക്കറ്റിനകത്ത് ഞാൻ എഴുതുവാണ്. 1 പ്ലസ് ഇവിടുത്തെ എക്സിൻ്റെ സ്ഥാനത്ത് 2z ആണ്. അപ്പം 2z/1 ഫാക്ടോറിയൽ പ്ലസ് 2z² 2 ഫാക്ടോറിയൽ പ്ലസ് 2z³ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് എഴുതി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി നോക്കിക്കേ, ഈ 1ഉം -1ഉം ക്യാൻസലായി പോകും. ബാക്കി ഈ 1/z⁴ ഞാൻ അകത്തേക്ക് കൊടുക്കുവാണേ. ഈ 1/z⁴ അകത്തേക്ക് വരുമ്പോഴേക്കും ഈ 2 മൈനസ് വരുന്നുണ്ട്. ആ മൈനസ് ഞാൻ ആദ്യം ഇട്ടു.
2z ഇസഡും ഇസഡ് റൈസ് ടു 4 കൂടെ ക്യാൻസൽ ആയി പോകുമ്പോൾ ബാക്കി എന്താ വരിക 2/z³ ഇൻറ്റു 1 ഫാക്ടോറിയൽ ഈസ് 1. അതുകൊണ്ട് അത് എഴുതാത്തെ. ഓക്കെ, അടുത്ത് നോക്കിക്കേ, ഈ മൈനസ് വീണ്ടും അകത്തേക്ക് വരുന്നുണ്ട്. സോ മൈനസ് ഞാൻ എന്താ ഇവിടെ ഇട്ടിട്ടുണ്ട്, മൈനസ് ഓഫ് ഇവിടെ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 വരുന്നുണ്ട്. ആ 2ഉം മുകളിൽ 2² എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 4/2 എന്നാണ് വരിക. ഈ 2ഉം 4ഉം പോകുമ്പോൾ അത് 2. അപ്പോൾ ഇവിടെ ഒരു 2 വരുന്നുണ്ട്. ആ 2 ആണ് ഞാൻ ആദ്യം എഴുതിയത്. ഇനി z² ഇസഡ് റൈസ് ടു 4 കൂടെ പോകുമ്പോൾ ബാക്കി എന്താ ഇവിടെ വരേണ്ട z². ഇനി അടുത്ത് ഇവിടെ നോക്കിക്കേ, 2³ എന്ന് പറഞ്ഞാൽ 8 ആണ്. 8/1 × 2 × 3. 2ഉം 8ഉം പോകുമ്പോൾ ഇവിടെ 4 അല്ലേ. അപ്പോൾ ബാക്കി എന്താ പറയുന്നത് 4/3. ഈ മൈനസ് അതിനകത്തേക്ക് വരുമ്പോൾ -4/3 ഞാനിവിടെ എഴുതി. ഓക്കെ, z³ ഇസഡ് റൈസ് ടു 4ഉം പോയി കഴിയുമ്പം ബാക്കി എന്താണുള്ള ഇവിടെ z ഉണ്ട്. ഇനി തൊട്ടടുത്ത ടേം ആണെങ്കിൽ എന്താണ് 2z² ഞാനിവിടെ എഴുതിയില്ല. 2z² 4/4 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ അതിൽ z⁴ z⁴ പോവും. 2⁴ എന്ന് പറഞ്ഞാൽ 16 ആണ്. 16/4 ഫാക്ടോറിയൽ 1 × 2 × 3 × 4. 4ഉം 16ഉം പോകുമ്പോൾ ഇവിടെ 4 വരുന്നുണ്ട്. 4ഉം 2ഉം പോകുമ്പോൾ മുകളിൽ 2 വരുന്നുണ്ട്. സോ അതെന്താ പറയണേ -2/3 മാത്രം. അവിടെ z⁴ z⁴ പോയി. ഇങ്ങനെ അങ്ങോട്ട് ബാക്കി എല്ലാ ടേമും വരും. ഇനി അങ്ങോട്ട് അടുത്ത് എന്തായിരിക്കും z ന്യൂമറേറ്ററിൽ വരും, z² എന്നുള്ള ടേം വരുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എന്താ ആലോചിക്കേണ്ടത്, z = 0 എന്ന് പറയുന്നത് പോൾ ഓഫ് ഓർഡർ 3 ആയിരുന്നു ഇവിടെ. അതൊന്നും നമുക്ക് വേണ്ട. ഓക്കെ, റെസിഡ്യൂ ഓഫ് f of z at z is equal to 0 is equal to coefficient of 1/z. ഞാൻ ഒരിക്കൽ പ്രോബ്ലത്തിൽ ഇങ്ങനെ പറഞ്ഞെന്ന് ഓർക്കുന്നുണ്ടോ? ഇതിവിടെ യൂസ് ചെയ്യാം. ഇവിടെ 1/z², 1/z³ 1/z². അടുത്തിവിടെ കണ്ടോ 1/z വരുന്നത്, ഡിനോമിനേറ്ററിലല്ലേ z വന്നിരിക്കുന്നത്, അതായത് 1/z. അതിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണ്, അതിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഈ -4/3 കണ്ടോ. അപ്പോൾ കോയിഫിഷ്യൻ്റ് ഓഫ് 1/z is equal to -4/3. ഇതേപോലെ ഡിഫറൻഷ്യേറ്റ് ഒന്നും നമുക്ക് ചെയ്യേണ്ടി വന്നില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ എന്ത് കിട്ടി, ആൻസർ കിട്ടി -4/3 എന്ന് പറഞ്ഞിട്ട്. എക്സ്പാൻഡ് ചെയ്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഡിനോമിനേറ്റർ പോളിനോമിയൽ വന്നാൽ ന്യൂമറേറ്ററിൽ വല്ല sin z എന്നോ cos z എന്നോ e⁻z എന്നൊക്കെ വന്നാൽ എക്സ്പാൻഡ് ചെയ്തിട്ട് റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാന്നുള്ള കാര്യം കുഞ്ഞുങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കും. ഇത് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമില്ല, ഈ മെത്തേഡ് ചെയ്താലും മതി. പക്ഷെ ഇതുപോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. മറ്റേ ഫോമുല യൂസ് ചെയ്ത് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അത് എപ്പോഴേക്കാന്ന് ആലോചിക്കുക, e⁻z, sin z, cos z നിങ്ങൾക്ക് അറിയാമെന്നുള്ള. ഞാൻ മെക്ലോറിൻ സീരീസ് പഠിപ്പിച്ചപ്പോൾ കുറച്ച് ഫോമുലാസ് പറഞ്ഞു തന്നില്ലേ, അതിലേതെങ്കിലും ഫോമുല വരികയാണെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതിയേ. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ, ഫൈൻഡ് പോൾസ് ആൻഡ് റെസിഡ്യൂസ് ഓഫ് f of z is equal to sin hz/z⁻⁴. ഇപ്പം ഞാൻ ആ ക്വസ്റ്റ്യൻ പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ, ഡിനോമിനേറ്റർ പോളിനോമിയൽ വന്നിട്ട് ന്യൂമറേറ്ററിൽ സൈനോ കോസോ ഒക്കെ വന്നതിന്. പക്ഷേ ഇതൊരു hz-ൻ്റെ എക്സ്പാൻഷൻ വേണോ ക്വസ്റ്റ്യൻസ് ചെയ്തില്ല, അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോർമൽ മെത്തേഡിൽ ഇവിടെ പോൾ ഓഫ് ഓർഡർ 4 ആണ്. അപ്പോൾ ഫോമുല യൂസ് ചെയ്തിട്ട് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചെയ്ത രീതിയിൽ ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണ്, f of z is equal to sin hz/z⁴ എന്ന് എടുത്ത് എഴുതും. അതിൽ 1/z⁴ മാറ്റി നിർത്തി. sin hz-ൻ്റെ എക്സ്പാൻഷൻ എന്താണ്, z പ്ലസ് എല്ലാം പ്ലസ് ആണ്, z³ 3 പ്ലസ് z⁵5/5 ഫാക്ടോറിയൽ പ്ലസ് z⁻7/7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. കോസ് ആണെങ്കിൽ ഇതേ സാധനം 1 പ്ലസ് z²/2 ഫാക്ടോറിയൽ പ്ലസ് z⁴/4 ഫാക്ടോറിയൽ എന്നുള്ള രീതിയിൽ വന്നേനെ. ഓക്കെ, ഇനി z⁴ അകത്തേക്ക് പോകുമ്പം ആദ്യത്തെ നോക്കിക്കേ, z-ഉം z⁴ പോയി കഴിയുമ്പോൾ ബാക്കി 1/z³. z³ z⁴ കൂടെ പോകുമ്പോൾ അടുത്ത് എന്താണ് 1/3 ഫാക്ടോറിയൽ ഇൻറ്റു z³ z⁴ പോയി ബാക്കി 1/z ഇവിടെ ഉണ്ട്. അടുത്ത സ്റ്റെപ്പിലാണെങ്കിൽ z⁴ z⁵ കൂടെ പോയിട്ട് 1/5 ഫാക്ടോറിയൽ ഇൻറ്റു z വരുന്നുണ്ട്. അതിൻ്റെ അടുത്ത ടേമിൽ 1/7 ഫാക്ടോറിയൽ ഇൻറ്റു z⁻7ഉം z⁴ പോയി കഴിയുമ്പം z³ വരുന്നുണ്ട് പ്ലസ് എക്സെട്ര എന്ന് വന്നു. നമുക്ക് റെസിഡ്യൂ ഓഫ് f of z at z is equal to 0 എന്തുവാണ്, ഈ z-ൻ്റെ ടേം z -0 എന്നുള്ള ഫോമിലല്ലേ നിൽക്കുന്നത്. അപ്പോൾ z-നെ നമ്മൾ 0ക്ക് ഇക്വേറ്റ് ചെയ്ത് z = 0 എന്നാണ് കിട്ടണത്. അതുകൊണ്ടാണ് z is equal to 0 എന്ന് പറയുന്നത്. കോയിഫിഷ്യൻ്റ് ഓഫ് 1/z ആണ്. കോയിഫിഷ്യൻ്റ് ഓഫ് 1/z എന്ന് പറയുന്നത് ഇവിടെ 1/3 ഫാക്ടോറിയൽ. 1/3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്തുവാണ് 1/6. ആൻസർ ആയല്ലോ. ഇതല്ലേ നമുക്ക് കുറച്ചുകൂടി ഈസി, ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ചെയ്യുന്നത് കുറച്ചുകൂടി ഈസിയാണ്. കേട്ടെ, ഇത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. ഫൈൻഡ് റെസിഡ്യൂ ഓഫ് f of z is equal to
z ഇൻറ്റു ഇ റേസ് ടു 1/z അറ്റ് z ഇസ് ഈക്വൽ ടു 0. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്ത് ചെയ്യാം. കാരണം z ഇൻറ്റു ഇ റേസ് ടു z ഇവിടെ ഡിനോമിനേറ്ററും ഇല്ല. അപ്പം z ഇൻറ്റു ഇ റേസ് ടു 1/z z ഇൻറ്റു 1/z എക്സ്പാൻഷൻ, ഇ റേസ് ടു 1/z എക്സ്പാൻഷൻ എന്താ, 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ, ദറ്റ് ഇസ് 1/z ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് 1/z ദ ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് 1/z ദ ഹോൾ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് വന്നു. ഓക്കെ, ഇനി ഇത് ക്യാൻസലായി പോകുമ്പോൾ ഇസഡ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് വരിക, ഇസഡ് ഇൻറ്റു 1 ഇസഡ് എന്നായി പ്ലസ് ഇസഡ് ഇൻറ്റു 1/z എന്ന് പറയുമ്പോൾ അത് 1 ആവുന്നുണ്ട്. അടുത്ത ടേം എന്താ, ഇസഡ് ഇൻറ്റു 1/z² എന്ന് പറയുമ്പോൾ 1/z വരുന്നുണ്ട്. അതിൻ്റെ കോയിഫിഷ്യൻ്റ് ഇവിടെ 1/2 ഫാക്ടോറിയലും ഈ 1/z² z² ഇസഡും ക്യാൻസലായി പോയിട്ട് ബാക്കി ഇവിടെ 1/z പ്ലസ് അതേപോലെ 1/3 ഫാക്ടോറിയൽ ഇൻറ്റു ഇസഡും z³ ക്യാൻസലായി പോയാൽ എങ്ങനെയാണ് വരിക, 1/z ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇവിടെ 1/z വന്നുണ്ടോ, 1/zൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്. അപ്പോൾ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് z ഇസ് ഈക്വൽ ടു 0 ഇസ് ഈക്വൽ ടു കോയിഫിഷ്യൻ്റ് ഓഫ് 1/z which is equal to 1/2 factorial which is equal to 1/2. ഇതേ സെയിം ക്വസ്റ്റ്യനിൽ തന്നെ കോഷീസ് ഇൻ്റഗ്രൽ തിയറത്തിലും ചോദിക്കാറുണ്ട്, ഫൈൻഡ് ദ ഇൻ്റഗ്രൽ ഓഫ് ഇൻ്റഗ്രൽ z ഇൻറ്റു ഇ റേസ് ടു 1/z dz. അപ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ റെസിഡ്യൂ ഫൈൻഡ് ചെയ്തിട്ട് ആ കോഷീസ് ഇൻ്റഗ്രൽ ഫോമിലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അല്ലാത്ത രീതിയിൽ നമുക്ക് ഡിനോമിനേറ്റർ ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് പോൾ ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിക്കരുത്. ഡിനോമിനേറ്റർ ഇല്ലാതെ ഒരു ഇൻ്റഗ്രേഷൻ ചോദിച്ചിട്ട് നിങ്ങളെടുത്ത് എന്താ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ചെയ്യാൻ, നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആണെങ്കിൽ എക്സ്പാൻഡ് ചെയ്തിട്ട് 1/zൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണോ അതാണ് ആൻസർ. സപ്പോസ് 1/zൻ്റെ ടേം ഇല്ലെങ്കിൽ അത് 0 ആയിരിക്കും അവിടെ റെസിഡ്യൂ എന്ന് പറയുന്നത്. ഓക്കെ.